ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ കോഴിക്കോട് ഉപവിദ്യാഭ്യാസ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നിരിക്കുകയാണ്. യൂട്യൂബ് ചാനൽ MS സൊല്യൂഷനിൽ ചോദ്യപേപ്പർ എത്തിയത് എങ്ങനെ എന്നറിയില്ല. കേസിൽ വിശദമായ അന്വേഷണം വേണമെന്നും DD മനോജ് കുമാർ C പറയുന്നു. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം കടക്കുന്നുണ്ട്. വളരെ വിശദമായ അന്വേഷണം, ഈ ആരോപണ വിധേയരെ ചോദ്യം ചെയ്യുക, അതുപോലെ ഈ ചില അധ്യാപകരെ, ചോദ്യപേപ്പർ തയ്യാറാക്കിയ അധ്യാപകരെ, ട്യൂഷൻ സെൻ്ററുകൾ കേന്ദ്രീകരിച്ചുള്ള അധ്യാപകരെയൊക്കെ ചോദ്യം ചെയ്യുക എന്ന വിശദമായ അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും ഒടുവിലായുള്ള നടപടികൾ എങ്ങനെയാണ് അഭിജിത്ത്? ഇന്നലെ രാത്രിയോടെയാണ് കോഴിക്കോട് DD മനോജ് കുമാർ C-യെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തത്. അതിൽ ഈ DD നൽകിയ മൊഴി, അത് ഈ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അത് എങ്ങനെ ഈ MS സൊല്യൂഷൻ പോലെയുള്ള യൂട്യൂബ് ചാനലുകൾക്ക് കിട്ടി എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ അധ്യാപകർക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലും ഒരു സ്ഥിരീകരണമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചോദ്യപേപ്പറുകൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഈ യൂട്യൂബ് ചാനലുകളിലേക്ക് എത്തുന്നത് ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് ഒരു അന്വേഷണം വേണം. അതിൽ കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയിൽ DD വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് DD ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിലും ഇക്കാര്യം വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിൽ അധ്യാപകർക്കോ അല്ലെങ്കിൽ ഈ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നവർക്കോ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ നിലവിൽ ഒരു സ്ഥിരീകരണമില്ല. പക്ഷേ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടണം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മൊഴിയായി DD നൽകിയിരിക്കുന്നത്. ഏതായാലും ക്രൈംബ്രാഞ്ച് ഈ മൊഴിയെടുക്കൽ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഈ ഷുഹൈബിന്റെ ഉൾപ്പെടെ, അതായത് ആരോപണ വിധേയരായ MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ ഉൾപ്പെടെ മൊഴിയെടുക്കുന്ന നടപടികളിലേക്ക് ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് കടക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP മൊയ്തീൻ കുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യപേപ്പർ ചോർച്ച അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു പ്രത്യേക യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിന് ശേഷം നമ്മളുമായി സംസാരിക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് SP വ്യക്തമാക്കിയ ഒരു കാര്യം, കൃത്യമായ രീതിയിലുള്ള അന്വേഷണം മുന്നോട്ട് പോകും. അതിൽ ഈ DD-യുടെ മൊഴിയെടുക്കുക, ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ MS സൊല്യൂഷന്റെ CEO ആയ ഷുഹൈബിന്റെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അത് രേഖപ്പെടുത്തി ആദ്യം പ്രാഥമികമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടന്ന ശേഷം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഈ FIR രജിസ്റ്റർ ചെയ്യുന്നതും തുടർന്ന് ഈ ഷുഹൈബിന്റെ മൊഴി എടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. ഏതായാലും നിലവിൽ ഇപ്പോൾ DD-യുടെ മൊഴി എടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ചോദ്യപേപ്പർ ചോർച്ച, അതിൽ ഒരു സംശയമുണ്ട്, അതിൽ ഏതെങ്കിലും അധ്യാപകർക്ക് പങ്കുള്ളതായി തനിക്കറിയില്ല. പക്ഷേ എങ്ങനെ ഈ MS സൊല്യൂഷൻ പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ഈ ചോദ്യപേപ്പർ എത്തി എന്നുള്ള കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണം എന്നുള്ള കാര്യമാണ് നിലവിൽ അദ്ദേഹം മൊഴിയായി നൽകിയിട്ടുള്ളത്. ശരി, അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് എന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്. അതിന് ഉത്തരം തേടുകയാണ് ക്രൈംബ്രാഞ്ച്. അതിന്റെ ഭാഗമായി വിവരശേഖരണം, ഒപ്പം തന്നെ മൊഴിയെടുപ്പ്, ആ രണ്ട് നടപടികളിലേക്കും അന്വേഷണ സംഘം കടന്നിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുക.